മേലെ 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 മാനത്തുണ്ട് കാറ്റിന് തൂക്കണ ചങ്ങാതി വട്ടം 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 പപ്പട വട്ടം കാണാൻ എന്തൊരു ചേലാണ് മേലെ മേലെ മാനത്തുണ്ട് കാറ്റിന് തൂക്കണ ചങ്ങാതി വട്ടം വട്ടം പപ്പട വട്ടം കാണാൻ എന്തൊരു ചേലാണ് ഞാൻ ഓടുമ്പോൾ ഓടുന്നേ ഞാൻ നിൽക്കുമ്പോൾ നിൽക്കുന്നേ ഞാൻ ഓടുമ്പോൾ ഓടുന്നേ ഞാൻ നിൽക്കുമ്പോൾ നിൽക്കുന്നേ മേഘം വന്ന് വിളിക്കണ നേരം ഓടിയൊളിക്കണ ചങ്ങാതി മേഘം വന്ന് വിളിക്കണ നേരം ഓടിയൊളിക്കണ ചങ്ങാതി മേലെ 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 മാനത്തുണ്ട് പാത്തിരി തൂകണ ചങ്ങാതി മേലെ മേലെ മാനത്തുണ്ട് പാത്തിരി തൂകണ ചങ്ങാതി. രണ്ട് പ്രവർത്തനമാണ്. അതായത് രാത്രിയിലെ ആകാശ കാഴ്ചകളും പിന്നെ വിവിധ ആകൃതികളിലുള്ള തോരണം. വീട്ടിൽ തന്നെ ചെറിയ ആഘോഷങ്ങൾ വരുമ്പോൾ ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേ വരെ നമ്മൾ ബലൂണുകൾ വാങ്ങിച്ച് നോക്കാറുണ്ടല്ലോ. രസമായിട്ട് ഈ കുട്ടികളെ ഉണ്ടാക്കി നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചേർന്ന് രാത്രിയിലെ ആകാശ കാഴ്ചകൾ കാണിച്ചു കൊടുക്കാം. അല്ലാതെ നമ്മൾ രാത്രി 7 മണിയാകുമ്പോൾ ഇപ്പൊ കഥ ഉടക്കില്ലേ, എന്നിട്ട് നമ്മൾ സീരിയലിന്റെ അതായത് മൂണിന് ഷേപ്പ് മാറിക്കൊണ്ടേയിരിക്കും. ഫുൾ മൂൺ, ഹാഫ് മൂൺ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കാം. രാത്രി പുറത്തിറങ്ങിയ ആകാശ കാഴ്ചകൾ കുറച്ച് സമയം ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി വലിയ നക്ഷത്രങ്ങൾ, ചെറിയ നക്ഷത്രങ്ങൾ, എത്ര നക്ഷത്രങ്ങളെ കുട്ടികൾ കണ്ടു, അന്നത്തെ മൂണിന്റെ ആകൃതി എന്താണ്, അങ്ങനെയൊക്കെ ദൂരെയാര് ഞാൻ നിൽക്കുന്നുണ്ടല്ലേ, നീയും അമ്മയും നിൽക്കുന്നുണ്ടല്ലേ, അപ്പം ആകാശത്ത് ദൂരെ ആരാണ്, മുകളിൽ ആരാണ്, അങ്ങനെയുള്ള കൺസെപ്റ്റാണ് വരുന്നത്. അതെ, നമ്മള് പാർക്കിലൊക്കെ പോകും, പക്ഷെ ആകാശത്തേക്ക് നമ്മൾ പലപ്പോഴും നോക്കാറില്ല അല്ലേ? അതൊക്കെ കൂടെ ഒന്ന് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാം. പകലും അങ്ങനെയാണ്. പകല് നമ്മൾ തന്നെ നോക്കുമ്പോൾ